ഹായ് നമസ്കാരം. എഫ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു അല്ലേ? പല ആളുകളും പല പ്രവചനങ്ങളൊക്കെ നടത്തി ഒടുവിൽ നമ്മൾ ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥി വിജയിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് UDF സ്ഥാനാർത്ഥി വിജയിക്കാനുള്ള 3 കാരണങ്ങളാട്ടോ ഞാൻ മനസ്സിലാക്കിയിടത്തോളം. ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളെ PV അൻവറിനോട് മത്സരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ CPM-ൻ്റെ ഇതിൻ്റെ മുമ്പത്തെ വല്ല വിജയ കണക്ക് നോക്കുമ്പോഴും ഇപ്പോൾ അവർക്ക് കിട്ടിയ വോട്ട് നോക്കുമ്പോഴും അതുപോലെ PV അൻവറിന് കിട്ടിയ വോട്ടൊക്കെ നോക്കുമ്പോൾ CPM-ൽ നിന്നാണ് വോട്ട് അൻവറിലേക്ക് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെ PV അൻവർ മത്സരിച്ചിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ UDF സ്ഥാനാർത്ഥി തോൽക്കുമായിരുന്നു എന്നാണ് നമുക്ക് ചിത്രം കാണിച്ചു തരുന്നത്. അപ്പോൾ PV അൻവർ എന്ന് പറഞ്ഞ വ്യക്തി ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ മത്സരത്തിൽ. ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കാൻ ഏറ്റവും കാരണക്കാരൻ എന്ന് പറയുന്നത് PV അൻവറിനെ. കാരണം CPM-ൻ്റെ പോലെ പോളിംഗ് കഴിഞ്ഞ് അവരുടെ നിഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരാജ് 2000 വോട്ടിൻ്റെ അടുത്ത് വിജയിക്കും എന്നുള്ളതായിരുന്നു. അതിൽ അവർ 5000 സംതിങ് വോട്ടാണ് PV അൻവറിന് ഇട്ടിരിക്കുന്നത്. അപ്പം PV അൻവറിന് യഥാർത്ഥത്തിൽ കിട്ടിയത് 19 സംതിങ് ആണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ 19 സംതിങ്ങും, അതായത് CPM കുറച്ചിട്ടുള്ള 5000, മുന്നേ കൊടുത്തിട്ടുള്ള 5000 നോക്കുമ്പോൾ ഒരു 14 സംതിങ് 14,000 വോട്ടിൻ്റെ ഡിഫറൻസ് കാണുന്നുണ്ട്. പിന്നെ ഈ 14,000 നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? സ്വരാജിന് 2000 വോട്ട് ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ ഈ 12 സംതിങ് വന്നു. ഈ 12 സംതിങ്ങിൽ 11 സംതിങ് എന്തുണ്ട്? ആര്യാടൻ ഷൗക്കത്തിന് ലീഡ് ഉണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം CPM-ൻ്റെ വോട്ടുകളാണ് PV അൻവർ പിടിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ PV അൻവർ അവിടെ മത്സരിച്ചിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ സ്വരാജ് അവിടെ ജയിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ നിഗമനത്തിൽ PV അൻവറിന് ഇതിലേറെ വോട്ടുകൾ കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു. എങ്കിലും PV അൻവറിന് വോട്ട് നൽകിയാൽ അവിടെ സ്വരാജ് ജയിക്കും എന്നുള്ള കാരണങ്ങളാൽ കൊണ്ട് ഷൗക്കത്തിന് പോയ കുറേ വോട്ടുകൾ എൻ്റെ നിഗമനത്തിലുണ്ട്. അപ്പം അങ്ങനെ നോക്കി പറയുമ്പോൾ PV അൻവർ ഒരു ഫാക്ടർ PV അൻവറാണ്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഞാൻ കണ്ടതിൽ ഏറ്റവും അവർക്ക് ഗുണകരമായത് UDF എന്നുള്ള ഈ സഖ്യം, ഗ്രൂപ്പിസം ആണെങ്കിലും അവിടെ അനുബന്ധ അലയൻസ് പാർട്ടികളാണെങ്കിലും അത്രയധികം വർക്ക് ചെയ്തിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനൊരു ഐക്യജനാധിപത്യ മുന്നണി ഇത്രയും ഐക്യത്തിൽ ഇലക്ഷന് നേരിട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഐക്യത്തിലായിരുന്നു UDF-ൻ്റെ എല്ലാ പാർട്ടികളും, എല്ലാ അനുബന്ധ പാർട്ടികളും അതിൽ അണിഞ്ഞേർന്നത് എന്നാണ് കാണുന്നത്. നമ്മൾ ലീഗ് ഇതിന് മുമ്പ് നിലമ്പൂരിൻ്റെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ ലീഗ് എപ്പോഴും ഇടയാറാണ് പതിവ്. പക്ഷേ ഈ ഇലക്ഷനിൽ അടഞ്ഞിട്ടില്ല. അണികളെ UDF-ൻ്റെ എല്ലാ അണികളെയും അവർക്ക് അവരുടെ UDF പാളയത്തിലേക്ക് വോട്ട് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് രണ്ടാമത്തെ ഫാക്ടറായി പറയുന്നത്. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളെ PV അൻവർ മുന്നോട്ട് വെച്ചുള്ള പിണറായിനെതിരെ അല്ലെങ്കിൽ ഈ സർക്കാരിനെതിരെയുള്ള ആളുകളുടെ ഒരു വിലയിരുത്തലായിട്ടും ഇതിന് UDF-ലേക്ക് വോട്ടുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കാൻ കാരണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് PV അൻവർ തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ ഈ വിജയത്തിൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്. അപ്പോൾ നിലമ്പൂരിൽ ഒരു കാര്യം മനസ്സിലാക്കി, നല്ല UDF-ന് നിലമ്പൂർ കിട്ടും എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ 9 വർഷത്തെ കാത്തിരിപ്പ് നല്ലൊരു UDF ആയതുകൊണ്ടാണ്, നല്ലൊരു UDF അണികളും നല്ല UDF നേതാക്കളും ആയതുകൊണ്ടാണ് നിലമ്പൂരിൽ കിട്ടാൻ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ വിലയിരുത്തലുകൾ ഒന്ന് കമൻ്റായി ചെയ്യട്ടോ. അപ്പോൾ താങ്ക് യു.